ഇനി രണ്ടാമത്തെ ഭീഷണിയിലേക്ക്. സൗരയൂഥത്തിന്റെ അതിർത്തിരേഖയിൽ നിന്നും നെയ്ബ്രു എന്നൊരു ഗ്രഹം ഭൂമിയുടെ നേർക്ക് പാഞ്ഞെടുക്കും. അത് ഭൂമിയുമായി കൂട്ടിയിടിച്ച് നമ്മുടെ ഗ്രഹത്തെ തകർക്കും. വിട്ടിസ്വർഗത്ത് വിരാജിക്കുന്ന അരശാസ്ത്രജ്ഞന്മാർക്കും ഹോളിവുഡ് സംവിധായകർക്കും മാത്രം രുചിക്കുന്ന നുണക്കഥ. അതിനുള്ള ആദ്യ കാരണം അങ്ങനെയൊരു ഗ്രഹം ഇല്ല എന്നുള്ളത് തന്നെ. വളരെയധികം പുരോഗമനം നേടിയ ബഹിരാകാശ ശാസ്ത്ര സമൂഹത്തിന് ഇതുവരെയും കണ്ടെത്താനാകാത്ത പ്ലാനറ്റ് എക്സ് ആണ് നെയ്ബ്രു. അങ്ങനെയൊരു ഗ്രഹമുണ്ടെങ്കിൽ ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. 2012 ബന്ധപ്പെട്ട ലോകാവസാന മിത്തിനെ സ്ഥാപിച്ചെടുക്കുന്നതിൽ വെബ്സൈറ്റുകൾ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. കാരണം സയന്റിഫിക് മിത്ത് എന്ന് പറയുന്ന തരത്തിൽ രൂപപ്പെടുത്തുന്ന ഇപ്പം ഇതുപോലെയുള്ള ചില സംഗതികൾ. അപ്പം നിബ്രു എന്ന് പറയുന്ന ഒരു ഗ്രഹം വന്ന് ഭൂമി ഇടിക്കും എന്ന് പറയുന്ന ഒരു സങ്കല്പം, അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വെബ്സൈറ്റുകൾ തന്നെയാണ് പ്രധാനപ്പെട്ട പങ്കുവച്ചത്. മറ്റൊരു വിഡ്ഢിത്തമാണ് നെയ്ബ്രു എന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ആണയിട്ട് പറയുന്നു. മായൻ ശിലാഫലകം, പോളാർ ഷിഫ്റ്റിംഗ്, നിബ്രു ഗ്രഹവുമായുള്ള കൂട്ടിയിടി, സൂപ്പർ വോൾക്കാനോ എന്നിങ്ങനെ ഭൂമിയുടെ അവസാനം പ്രവചിക്കുന്നവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിനെല്ലാം ശാസ്ത്രത്തിന്റെ പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇന്റർനെറ്റിലെ വിവിധ സൈറ്റുകളിലൂടെയും യൂട്യൂബിലൂടെയുമാണ് ഈ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത്. മറ്റൊരു വാദം ഭൂമിയും സൂര്യനും ഉൾപ്പെടെ നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യത്തിൽ പെടുമെന്നുള്ളതാണ്. സൂര്യനും ഭൂമിയും ചന്ദ്രനുമെല്ലാം നേർരേഖയിൽ വരുമെന്നും അത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ചിലർ വാദിക്കുന്നു. എന്നാൽ സൂര്യനും ഭൂമിയും എല്ലാ ഡിസംബർ മാസങ്ങളിലും ആകാശഗംഗയുടെ കേന്ദ്രഭാഗത്തുകൂടെ കടന്നുപോകുമെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കാര്യമല്ലെന്നും ഇങ്ങനെ വരുന്നതുകൊണ്ട് ഭൂമിക്കൊന്നും സംഭവിക്കില്ല എന്നുമാണ് ശാസ്ത്ര സമൂഹത്തിന്റെ വിലയിരുത്തൽ. ലോകാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേയുള്ള വാഗ്വാദങ്ങളാണ്. ലോകാവസാനത്തെക്കുറിച്ചും ഭൂമിയുടെ അന്ത്യദിനത്തെക്കുറിച്ചും എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ആധുനിക ശാസ്ത്രം ഈ വാദഗതികളെല്ലാം കാര്യകാരണങ്ങൾ നിരത്തി തള്ളിക്കളയുകയാണ്. പോളാർ ഷിഫ്റ്റിംഗിനെ കുറിച്ചാണ് അടുത്ത നുണ. ഈ വർഷം ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങൾ പരസ്പരം മാറുമെന്നാണ് കുറച്ചുപേരുടെ വാദം. എന്നാൽ ഇത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം പോളാർ ഷിഫ്റ്റിംഗ് എന്നുള്ളത് 4 ലക്ഷം വർഷങ്ങൾ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല. മാത്രമല്ല, ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഭൂമിക്കൊരു നാശവും സംഭവിക്കുകയുമില്ല. ഇനിയുമുണ്ട് ഇത്തരം കെട്ടുകഥകൾ. ജെയിൻ സോളാർ ഫ്ലെയർ, സൂപ്പർ വോൾക്കാനോ, അങ്ങനെ പോകുന്നു ഇവ. ശക്തിയായ സൗരവാദമുണ്ടാകുമെന്നും അത് ഭൂമിയെ നശിപ്പിക്കുമെന്നുമാണ് ജെയിൻ സോളാർ ഫ്ലെയറിനെ കൂട്ടുപിടിച്ച് ചിലർ പറയുന്നത്. സോളാർ
ഫ്ലെയർ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ സോളാർ സ്റ്റോം എന്ന് പറയുന്ന സാധനം, അത് 11 വർഷം കൂടുമ്പോൾ എന്നും റെക്കറിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് ആളൽ കൂടുതലുണ്ട്. അപ്പോൾ അത് ഭൂമിക്ക് നേരെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുതൽ വരും. അതല്ലെങ്കിൽ അതിനാണ് നമ്മൾ സോളാർ ഫ്ലെയർ അല്ലെങ്കിൽ സോളാർ സ്റ്റോം എന്ന് പറയുന്നത്. ഇത് 11 വർഷം ആകുമ്പോൾ റെക്കറിങ് ആയിട്ടുള്ള ഒരു ഫിനോമിനാണ്. ചുരുക്കത്തിൽ ഈ പറയുന്ന വാദങ്ങളും കെട്ടുകഥകളും കൊണ്ടൊന്നും നമ്മുടെ ഭൂമിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ശാസ്ത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും കൂട്ടുപിടിച്ച് ചിലർ നടത്തുന്ന പ്രചാരണം മാത്രമാണിത്. ചില അന്യഗ്രഹ ജീവികളുടെ ആക്രമണം എന്ന് പറയുന്ന സിനിമകൾ ഇന്ത്യയിൽ കാണുന്നത് പോലെയല്ല വെസ്റ്റേൺ ആൾക്കാർ കാണുക. വെസ്റ്റേണിൽ ഭയങ്കരമായിട്ട് അത് കാണും. എല്ലാ തുടക്കത്തിനും ഒരു അവസാനമുണ്ട്. എന്നാൽ ആ അവസാനം എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം 400 ബില്യൺ വർഷത്തെ ആയുസ് ഇനിയുമുണ്ട്. മനുഷ്യൻ വരുത്തിവെക്കുന്ന വിപത്തുകളല്ലാതെ മറ്റ് യാതൊരു അപകട ഭീഷണിയും നിലവിൽ ഭൂമിക്കില്ല. ഒരു മഹായുദ്ധം, കാലാവസ്ഥയിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം എന്നിവ കൊണ്ട് ഭൂമിയുടെ ഭാഗികമായ നാശത്തിന് ചിലപ്പോൾ വഴിയൊരുക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അത് നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യകുലത്തിന്റെ മാത്രം കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്.